ബിഗ് ബോസിന് മുമ്പും ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ഫീലിംഗ് ആണ്, സന്തോഷം. കണ്ടന്റ് കിട്ടുടങ്ങിയപ്പോൾ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം? അതൊക്കെ കുറെ അങ്ങോട്ട് കൊണ്ട് മിക്സ് ബാക്ക് ആയിരിക്കും. അത് മൈൻഡ് ചെയ്തൊരു കാര്യമില്ല. ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് ചെയ്യാനുള്ള കണ്ടിട്ട് ചെയ്യുക, സ്വിച്ച് ഓഫ് ആകും. ബിഗ് ബോസിന്റെ റിവ്യൂ ഉണ്ടാവോ ഇനി നെക്സ്റ്റ് ഇയർ ഉണ്ടാവുള്ളൂ ഇനി? എപ്പിസോഡ് അതെന്തുകൊണ്ടാ സായി ഇടാത്തെ? നമുക്ക് കോൺട്രാക്ടും കാര്യങ്ങളുണ്ട്. ഓ, കോൺട്രാക്റ്റിലുണ്ട് ഇടാൻ പാടില്ല. വൈഫ് ആ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും, ചാനലുണ്ട്. ബിഗ് ബോസിന് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത് ഹസ്ബൻഡിന്റെ? കണ്ടതിൽ വളരെ സന്തോഷം. സ്വഭാവമൊക്കെ നന്നായി പറഞ്ഞു എന്നോട്. ക്യാരക്ടർ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ? ചേഞ്ച് വന്നിട്ട് സത്യം നല്ല വ്യത്യാസം വന്നിട്ട്. നല്ല ചേഞ്ച് ആണോ? നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. അടിപൊളിയാണ്. എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു സമയം കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ എനിക്ക് സമയം തരുന്നുണ്ട്. ഒന്ന് രണ്ട് ചേഞ്ചസ് പറയാമോ? ഒന്നുമില്ല, എന്റെ കൂടെ സംസാരിച്ച ടൈം തന്നെയാണ് ഏറ്റവും വലുത്. ടൈം പോയി തരുന്നുണ്ട്. അതെ. ബിഗ് ബോസിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ സായിയുടെ രൂപം തന്നെ ഒരുപാട് മാറിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു റീല് കണ്ടായിരുന്നു, ഏതൊരു ഫംഗ്ഷൻ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ സായിനെ കാണുമ്പോ ഭയങ്കര മാറ്റം, മുഖത്തിലായാലും സ്വഭാവത്തിലായാലും ഭയങ്കര മാറ്റം വരുന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷം. സായി ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, ഹെൽത്ത് ഡോക്ടറിന് കാണിക്കണം. അതാണ് മെയിൻ. ഇപ്പൊ അത് പോയി റീ എൻട്രി കഴിഞ്ഞിട്ട് വന്നിട്ട് ഫൈനൽ കഴിഞ്ഞിട്ട് ഡോക്ടറിന് കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം. പോയാ ഇല്ല, വയ്യ. ഒന്നാമത് റൈറ്റ് സൈഡ് പോയി ഡോക്ടറെ കാണിച്ചു, പക്ഷെ അവര് ട്രീറ്റ്മെന്റിന് കുറച്ച് സമയം പിടിക്കും. ഇപ്പൊ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് സമയം പിടിക്കും. ബിഗ് ബോസ് ഫൈനലിന് വൈക്കിനെ കൊണ്ടുപോകുന്നുണ്ടോ? വൈക്കിനെ കൊണ്ട് പോണെന്നാണ്. കയറ്റില്ല. ലാസ്റ്റ് ഇവിടെ അവിടുന്ന് വീഡിയോ ഉള്ള അവസ്ഥയായിരിക്കും. എന്നെ കയറ്റിയില്ല എന്ന് പറഞ്ഞ വീഡിയോ അവരെ കൊണ്ടുപോയില്ല. അവര് ടിക്കറ്റ് എടുത്ത് തന്നില്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോവാലോ. ഞാൻ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വരും, ഇവരുണ്ടാവും. ബിഗ് ബോസിൽ ഇനിയിപ്പോ ആരായിരിക്കും വിന്നർ ആവാൻ ചാൻസ്? എനിക്ക് സിജോ വിന്നറാവണമെന്നാണ് താല്പര്യം. അത് കഴിഞ്ഞ അഭിഷേക് സിജോ ഔട്ടാൻ പോവാന്ന് പറഞ്ഞൊരു അറിഞ്ഞില്ലല്ലോ, കൺഫേം ആയിട്ടില്ല. സിജോ ആ വിന്നർ ആവണമെന്നായിരുന്നു താല്പര്യം. എന്റെ താല്പര്യം. സായിനെ വിമർശിച്ചിട്ട് സ്നേഹ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം എന്തെങ്കിലും കൊല്ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? വീഡിയോയിൽ നിങ്ങളെ കാണുന്നുള്ളൂ, അതല്ലാതെ വിമർശിക്കലുണ്ട്. ഞാൻ ഇനി ബിഗ് ബോസിൽ പോകാനുള്ളവരോട് മീൻസ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരോട് എന്തായിരിക്കും സായിക്ക് പറയാനുള്ളത്? കിടിലൻ പ്ലാറ്റ്ഫോമാണ്. പോവാ, നമ്മുടെ ഡ്രീംസ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ തിരിച്ചു വരും. കിടിലൻ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം ബെനിഫിറ്റ് ആവുന്നത്. ഇതെങ്ങനെയാണുള്ളത് നമുക്ക് അനുസരിച്ചിരിക്കും. ആദ്യം പോകുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ പ്ലാൻ. വേറെ വൻ പ്ലാനുകളൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. പുറത്തിറങ്ങി വന്നതിന് ശേഷം തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ പണപ്പെട്ടി എടുത്ത് വരേണ്ടിയില്ലായിരുന്നു. ആ പ്ലാനിലൊന്നും ഒരു റിഗ്രറ്റ് എനിക്കില്ല. ഫ്രണ്ട്സുകളെല്ലാരും ഈ ഒരു അഭിപ്രായത്തിനോട് സപ്പോർട്ട് ചെയ്യുകയാണ്. ചെയ്യുന്നവരും ചെയ്യാത്തവരും ആ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ല. അവർക്ക് അങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രേക്ഷകരോട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? താങ്ക് യു. സപ്പോർട്ട് ചെയ്തവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വിമർശിച്ചവർക്കും ഒക്കെ ഭയങ്കര താങ്ക് യു. എൻഡ് ഓഫ് ദ ഡേ ഈ പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടി. എനിക്ക് സെൽഫായിട്ട് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ജനങ്ങളാണെന്നുണ്ടെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ലാത്തവരും. നെവർ മൈൻഡ്, ലൈഫ് മുന്നോട്ട് പോകണം. ഏറ്റവും അഭിപ്രായം കൂടെ വരുന്നത് ലാസ്റ്റ് ദിവസം ചിന്തോയ്ക്കാണ് വോട്ട് കൂടുതലെങ്കിലും ഏഷ്യാനെറ്റ് നമ്മുടെ ജാസ്മിനെ ആയിരിക്കും കപ്പ് കൊടുക്കുന്നത്, വിജയിപ്പിക്കുന്നത് ഒരു കമന്റ് ഒക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഫേക്ക് പ്രൊഫൈൽ ആയിരിക്കും. അങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ. അത് ഏതെങ്കിലും ഒരു പറമ്പിൽ 4 ഷെഡ് കെട്ടി അതിനകത്ത് ആളെ കയറ്റുന്ന പരിപാടിയല്ല. അല്ലാതെ അങ്ങനെ കറക്റ്റ് ഓഡിറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല. എനിക്കൊരു മാനിപ്പുലേഷൻ ഇതുവരെ തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാന്നല്ലാതെ. ഓക്കെ.